നമ്മളിവിടെ ഉള്ളിലോട്ട് തിരിഞ്ഞു. ഇവിടുന്ന് തിരിഞ്ഞു ഇങ്ങോട്ട് കയറി. ലെഫ്റ്റ് വഴി മാനന്തവാടി, സോറി റൈറ്റ് മാനന്തവാടി, ലെഫ്റ്റ് കണ്ണൂർക്ക് പോകുന്ന ചുരം. ഇവിടുന്ന് ഈ കാണുന്ന വഴിയിൽ നിന്ന് റൈറ്റ് മാനന്തവാടി, അതായത് ഈ വഴി ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ മാനന്തവാടി. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ 2 ചുരങ്ങൾ, ഒന്ന് പഴശ്ശിരാജയൊക്കെ പോയി കഴിഞ്ഞാൽ പോയിക്കൊണ്ടിരുന്ന പേരിയ ചുരം, പിന്നെ വയനാട്ടിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള പാൽച്ചുരം. നമ്മൾ കയറി വന്നത് പാൽച്ചുരം. കുറേയുടെ നെറ്റ് ഉണ്ടായിരുന്നു, ചുരത്തിലൊന്നും നെറ്റ് ഉണ്ടാവില്ല. ഈ നെറ്റിനെന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഇട്ടുണ്ടാവും അല്ലേ? അതൊക്കെ അങ്ങനെ ചെയ്യേണ്ടി ഒരു കുറച്ചിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ചെറിയ ഷോട്ട് ഇടണം ചെന്നിട്ട്. നല്ല സുഖം. ഇവിടെ പാലിരിച്ച് കിടന്നാലാണ്. കുറെ പേര് വന്നായിരുന്നോ? നെറ്റിന്റെ പ്രശ്നം. ഇവിടെ നെറ്റ് കുറവാ. നമുക്ക് റൂമിൽ ചെന്നിട്ട് ലൈവ് ഇടാം, അതല്ലേ നല്ലത്? ഇപ്പം പോകണം, വിട്ടടിച്ച് റൂമിൽ പോയിട്ട് നമുക്ക് 7:30 ലൈവ് മര്യാദയ്ക്ക് ഇടാൻ തുടങ്ങാം അല്ലേ? ഒക്കെ ഒന്ന് കഴുകി ഞങ്ങൾ പോയി ഒന്ന് ഉഷാറൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് ലൈവ് ഇടായിരിക്കും നല്ലത് അല്ലേ? ഞങ്ങളങ്ങനെ ഈ സമയത്തൊന്നും വരാത്ത ആൾക്കാരാണ്. പാതിരാത്രിയാണ് സാധാരണ പതിവ്. അപ്പോൾ മെൽവിൻ വന്നിട്ടുണ്ട്. മെൽവിൻ വയനാടാണ്, വയനാട്. ബിച്ചോക്കോ ഹായ് പറയുന്നുണ്ട്. ചേട്ടാ ചേച്ചി എന്ന് പറയുന്നുണ്ട്. ഹായ്. നിങ്ങളുടെ പേരൊക്കെ വായിക്കുമ്പോൾ തെറ്റുവാണെങ്കിൽ എന്നെ തെറി പറയരുത് കേട്ടോ. അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ബിറ്റ് ചൊക്കോ എന്താ പേര് ബിറ്റിൻ്റെ? ലൈക്ക് 5. താങ്ക് യു. ഞങ്ങൾ കൊട്ടിയൂർ അമ്പലം മുതൽ പാൽച്ചുരം കയറി വയനാട്ടിലേക്ക് തിരിഞ്ഞ് ഇവിടെ നിൽക്കുകയാണ്. ഒരു 2 മിനിറ്റ് നിന്നിട്ട് പറ്റില്ല, 2 മിനിറ്റ് നിന്നിട്ട് പോകാം. പിന്നെ ബാക്കി റൂമിൽ ചെന്നിട്ട് ലൈവ് ഇടാമെന്നാണ് ക്ലിൻറ്റിൻ്റെ അഭിപ്രായം. യക്ഷിയാണ് മനുകൃഷ്ണൻ. എന്താണ് മനുകൃഷ്ണൻ ഇരിക്കുന്നത്? കാട്ടുകുള്ള ഇരിക്കും ആന്റി എന്ന്. കാട്ടുകുള്ളല്ല വയനാട്. കാട്ടുകുള്ളല്ല വയനാട്. ഇതേ പുറകെ ഉണ്ടാത്ത ഇതാണ് തേയിലത്തോട്ടം. ടീ എസ്റ്റേറ്റ്. കാട്ടുകുള്ള വൈറ്റ് പൊണ്ണി ഇരിക്കുക ആന്റിന്ന്. പിന്നെ രാവിലെ അങ്ങനെ തന്നെ ഇരിക്കും. എന്റെടാ വൈറ്റ് പൊണ്ണ് കിട്ടും കേട്ടാ. കിടക്കും അല്ലേ? കണ്ടിപ്പാ കിടക്കും. ബിറ്റ് എന്നാ ചേച്ചി ചേട്ടാ എന്നെ മറന്നു പോയോ? ആ വല്ല പേരിലൊക്കെ വന്ന ഞാൻ ലക്ഷ്യാന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. ഓക്കെ പോണോടാ. അതെ അതിന്റെ പ്രായം അതൊക്കെ കിട്ടും. ഇപ്പൊ നീ പഠിക്കുന്ന ഈ തോട്ടത്തിൽ ഇരുന്നോ? അട്ട കടിച്ച എന്നോട് പറയരുത്. അട്ട ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതിനെന്നോട് പരാതി പറയരുത്. മനുകൃഷ്ണൻ പറയണേന്ന്. ചൂരൽമലൈ അവൻ അവിടെയാണെന്നായിരിക്കും പറഞ്ഞത്. യക്ഷി പറയണ്ട. ഇന്ന് എവിടെയാണ്? ഇന്ന് ഞങ്ങള് കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂര് പാസ് ചെയ്ത് ഞങ്ങളിപ്പോൾ വയനാട് എത്തി. നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. നെറ്റ് പ്രോബ്ലം കാണുന്നത് വയനാട് ആയതുകൊണ്ട്. യക്ഷി പറഞ്ഞത് യാത്ര കഴിഞ്ഞില്ലേ? എവിടെ കഴിയാൻ? ഒരു 1.5 മണിക്കൂർ കൂടി എടുക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ ചെന്നിട്ട് വൈകുന്നേരത്ത് ലൈവ് ഇടാം. അപ്പൊ നമുക്ക് ഇരുട്ടണേന് മുമ്പ് പോവേണമെങ്കിലുണ്ടല്ലോ അവിടുത്തെ കഴിച്ചിടാം. മനുകൃഷ്ണൻ വീഡിയോ ക്ലിയർ ഇല്ലേ ആന്റി? അതാണ് നമുക്ക്